താല്പര്യം പരിഗണിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവ്, കരുത്തനായ ഭരണാധികാരിയായിരുന്നു, കരുത്തനായ KPCC പ്രസിഡന്റായിരുന്നു, മുഖ്യമന്ത്രിയുടെ ചാർജ് വഹിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടും അതിന് യോഗ്യനാണ്. മുഖ്യമന്ത്രിയുടെ ചാർജ് വഹിക്കാനെങ്കിലുമുള്ള ഒരു അവസരം ദൈവം നൽകി എന്നുള്ളതിൽ നമ്മൾ സന്തുഷ്ടരാണ്. കൊല്ലത്തെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പത്മനാഭ സാറിനെ കൂടെ വിളിച്ചിരുത്തി വേണം ഈ ജന്മദിനം ആഘോഷിക്കാൻ എന്ന് ഞങ്ങളുടെ മനസ്സ് പറഞ്ഞു. നമ്മളുടെ എല്ലാം മനസ്സാണ്. ഞങ്ങൾ ഇന്നലെ പോയി അദ്ദേഹത്തെ ക്ഷണിച്ചു. തലേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. 5 ദിവസം ഹോസ്പിറ്റലിൽ ആയിരുന്നു. ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. മനസ്സോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ VM സുധീരൻ മുകളിൽ യോഗമുണ്ട്, അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തെയും വ്യക്തിപരമായി DC പ്രസിഡന്റ് എന്നുള്ളതിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ കേക്ക് മുറിച്ച് ഈ ചടങ്ങ് ഇവിടെ നടത്തുകയാണ്. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഒരു ആദരവ് നൽകിക്കൊണ്ട് നമുക്ക് മുകളിലേക്ക് പോയി മീറ്റിംഗ് നടത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേക്ക് മുറിക്കാനായി നമുക്ക് അത് ഒമ്പതാമത് ജന്മദിനമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് മുതിർന്ന നേതാക്കളെ, കോൺഗ്രസിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച മുതിർന്ന നേതാക്കളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പത്മരാജമൊക്കെ കേരള രാഷ്ട്രീയത്തിന് ഒരു ആമുഖം ആവശ്യമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അമരക്കാരനായി, എൻ്റെ മുൻഗാമിയായി, പ്രഗത്ഭനായ മുൻഗാമിയായി KPCC നയിച്ചു. കേരളം കണ്ട ധനകാര്യമന്ത്രിമാരിൽ അല്ലെങ്കിൽ മികച്ച ഭരണാധികാരികളിൽ മുൻപന്തിയിലാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഒരു കൊല്ലം ഞാൻ ആരോഗ്യവകുപ്പിനെ ചുമതല വഹിച്ചത്. ഓരോ ഫയലിലും കൃത്യമായി തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഫയലുകൾ തന്നെ പഠനാർഹങ്ങളാണ്. ആ ഫയൽ കുറിപ്പുകൾ പഠനാർഹങ്ങളാണ്.
മേധാവിയുടെ ക്രൂരമായ ചെയ്തികൾ ലോക ജനതയുടെ ശ്രദ്ധയിൽ വന്നു. ലോക ജനതയുടെ വിമർശനത്തിന് പോലും അഭിമാനബോധമുള്ള ആ മുഴുവൻ പൊതുപ്രവർത്തകരുടെയും ശക്തമായ പ്രതിഷേധത്തിന് ഇടവരുന്നു. പിന്നീട് ഖിലാഫത്ത് മൂവ്മെൻറ്റുമായി ഗാന്ധിജി മുന്നോട്ട് പോയി. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സിവിൽ ഡിസൊബീഡിയൻസ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിച്ചു. ചൗരി ചൗരയിൽ പോലീസുകാർ കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് സമരം അക്രമാസക്തമായതോടെ സമരം പിൻവലിച്ചു. അവിടെയാണ് ഗാന്ധിയുടെ നേതൃത്വം. സമരം നടത്താൻ മാത്രമല്ല, നിർണായകമായൊരു ഘട്ടത്തിൽ ആ സമരത്തിൻ്റെ ദിശ മാറുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, സമര ലക്ഷ്യങ്ങളിൽ വ്യതിയാനം വരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ സമരം പിൻവലിക്കാൻ തയ്യാറാകുന്ന ഒരു ആത്മബലം, ഒരു ആജ്ഞാശക്തി ഗാന്ധിജിയുടെ സവിശേഷമായ ഒരു വ്യക്തിത്വമായി. 1929 ലാഹോർ സെഷൻ, ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സെഷൻ കോൺഗ്രസ് ചരിത്രത്തിലെയും ഇന്ത്യ ചരിത്രത്തിലെയും സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു. ആ ലാഹോർ സെഷനിലാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ലാഹോർ സെഷനിലാണ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. നെഹ്റു ഡിക്ലെയർ ചെയ്തു 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ഡേ ആയി ആചരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് സ്വതന്ത്ര ഭാരതം റിപ്പബ്ലിക് ദിനം ജനുവരി 26 നിശ്ചയിക്കപ്പെട്ടത്. കൂടി തലനിർത്തിയിരിക്കുന്നു. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം രാജ്യത്തിന് അനിവാര്യമായിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് വേണം, കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ഈ സർക്കാരിന് ബദൽ, മോഡിക്ക് ബദൽ, ഈ ഏകാധിപത്യ ശക്തികൾക്ക് ബദൽ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച, ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെയും നയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ഇതിനൊരു പ്രതിനിധി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 2024 തെരഞ്ഞെടുപ്പ് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതിന് സമാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക, ഇന്ത്യൻ ജനാധിപത്യ മതേതര ശക്തി ഒന്നിച്ചു പോവുക എന്നുള്ളതാണ് കാലത്തിൻ്റെ ആഹ്വാനം. പക്ഷേ നരേന്ദ്രമോദി എതിർക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം, മാർക്സിസ്റ്റ് പ്രസ്ഥാനം എത്രമാത്രം അതിനോട് നീതി പുലർത്തുന്നു ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. മാർക്സിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലും ബംഗാളിലും ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലില്ല എന്ന് സീതാറാം യെച്ചൂരി പറയുന്നു. കേരളത്തിലും ബംഗാളിലും അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് CPM ഉള്ളത്? CPM ഉള്ള സ്ഥലത്ത് സഖ്യമില്ലെന്ന് പറയുന്നു. ഏതായാലും അവരുടെ നീക്കം നരേന്ദ്രമോദിയെ പ്രീണിപ്പിക്കലാണ്. അന്ധമായ കോൺഗ്രസ് വിരുദ്ധതയുടെ തടവറയിലാണ് ഇപ്പോഴും CPM നേതൃത്വം. കേരള നേതൃത്വം വിശേഷിക്കും നരേന്ദ്രമോദിയുടെ ഔദാര്യം കൊണ്ടാണ് പിണറായി വിജയൻ ആ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കർ അകത്ത് പോയപ്പോൾ തന്നെ, തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അകത്ത് പോയപ്പോൾ തന്നെ പിണറായി അദ്ദേഹത്തോടൊപ്പം ജയിലിൽ പോകേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേവലം നരേന്ദ്രമോദിയുടെ കാരുണ്യം കൊണ്ട്, ഔദാര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജയിലിൽ പോകാതിരിക്കുന്നത്. അതുകൊണ്ട് കാലത്തിൻ്റെ ആഹ്വാനം തിരിച്ചറിഞ്ഞ് ഈ ദുഷ്ടശക്തികൾ, ഏകാധിപത്യ ശക്തിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയൊരു മുന്നേറ്റം ആവശ്യമാണ്. അതിന് കോൺഗ്രസ് തയ്യാറാകുക, കോൺഗ്രസിനെ തയ്യാറാക്കുക, കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക. അതാണ് നമ്മുടെ ചുമതല. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നാം മുന്നോട്ട് പോകണം. കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിലും മാറ്റിവെക്കും. ഒരേ സ്വരത്തിൽ, ഒരേ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നിച്ച് മുന്നോട്ട് കുതിക്കണം. അതുവഴി കേരള മോഡൽ, കേരളത്തിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക, 20 നേടിയെടുക്കുക, കേരളത്തിന് പുറത്ത് വൻപിച്ച വിജയം നേടി
കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഇത്തരം ശക്തികളെ പരാജയപ്പെടുത്തുക, അതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം, അതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം. അതിന് നാം തയ്യാറെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ അഭിമാനത്തോടുകൂടി അതീവ ചാരിതാർത്ഥത്തോടുകൂടി മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 139ാമത് ജന്മദിന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്.